കഴിഞ്ഞ ക്ലാസ്സിൽ മാത്രകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഓരോ മാത്രങ്ങൾ ഇവിടെ സൈഡിലായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ മാത്രങ്ങൾ നമ്മൾ അക്ഷരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉച്ചാരണം വരിക എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന അക്ഷരം എന്ന് പറയുന്നത് ക എന്ന അക്ഷരമാണ്. ക എന്ന അക്ഷരം എടുക്കാൻ കാരണമെന്ന് പറയുന്നത് എളുപ്പമുള്ള അക്ഷരമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് വായിക്കാനും അതുപോലെ തന്നെ ഏറ്റവും അക്ഷരങ്ങളിൽ ഏറ്റവും ആദ്യത്തെ വരുന്നതും കൂടുതൽ ഓർമ്മിക്കാൻ കൂടുതൽ സാധ്യതയുള്ള അക്ഷരമാണ് ക ആയതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ അർക്കത്തുകൾ, അതായത് ഈ ചിഹ്നങ്ങൾ നമുക്ക് കാണാം. ഇത് ക, ആൻ്റെ ചിഹ്നം, അതുപോലെ തന്നെ ഈര ചിഹ്നം, അതുപോലെ ഈയുടെ ചിഹ്നം, ഊര ചിഹ്നം, ഊ എന്നതിൻ്റെ ചിഹ്നം, പിന്നെ അതുപോലെ തന്നെ റു എന്നതിൻ്റെ ചിഹ്നം, എ, ഐ, ഓ, ഔ, അം, ആ. ഈ ചിഹ്നത്തിനെ പറയുന്നതാണ് ചന്ദ്രബിന്ദു എന്നാണ് ഈ ചിഹ്നത്തിനെ പറയുന്നത്. ഇത് നമ്മൾ അക്ഷരങ്ങളിലും കൊടുക്കാൻ പോകുന്നത്, ഈ ക എന്ന അക്ഷരങ്ങളിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഒരു അക്ഷരത്തിൻ്റെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഈ ഓരോ അക്ഷരത്തിൻ്റെ ചിഹ്നങ്ങളെ നമുക്ക് ഈ കായിൽ കൊടുത്ത് എങ്ങനെ ഉച്ചാരണം നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി നമ്മൾ ക എഴുതും. ക എഴുതിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉച്ചാരണം നോക്കും. ക എന്ന അക്ഷരത്തിൻ്റെ ഒപ്പം തന്നെ അതിൽ നമ്മൾ പ്ലസ് ആ എന്ന അക്ഷരം നീട്ടാൻ കൊടുക്കണം. ആ എന്ന അക്ഷരം കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന് നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ക എന്നാണ് നമ്മൾ എഴുതുക. ഇത് രണ്ടും കൂട്ടിയതിന് ശേഷം എഴുതുന്നതാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ അക്ഷരത്തിൻ്റെ ചിഹ്നം എന്നതാണ് ഇത് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ചിഹ്നം ഈ ആയിര ചിഹ്നമാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈയുടെ ചിഹ്നമാണ് നമുക്ക് ഈ ചിഹ്നം എന്ന് പറയുന്നത്. ഈ ചിഹ്നത്തിൻ്റെ ഇതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നതാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കായിനൊപ്പം ആ ചേർത്തു, അതായത് ആയുടെ ചിഹ്നം ചേർത്തുന്ന ഉദ്ദേശം. ചിഹ്നം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നീട്ടി വായിക്കും, കാ എന്ന് വായിക്കും. ഇത് വായിക്കുന്നത് ക എന്നാണ്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ, ഈ ചിഹ്നം കൂട്ടിക്കഴിഞ്ഞാൽ കാ എന്ന് നമ്മൾ നീട്ടി വായിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതുപോലെ ഓരോ അക്ഷരങ്ങൾ കൊടുത്ത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് അടയാളം എന്ന് പറയുന്നത് ഇതിനുള്ള ക. ഇതിന് അടയാളത്തിന് പറയുന്നതാണ് മാത്ര എന്ന് പറയുന്നത്, ഹിന്ദിയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ക എന്ന ചിഹ്നം കൊടുത്തു, അക്ഷരം എഴുതി ശേഷം നമ്മൾ കീ, അതുപോലെ തന്നെ ഈ ചിഹ്നം നമ്മൾ പ്ലസ് ചെയ്തിട്ട് ഈ ചിഹ്നം നമ്മൾ കൊടുക്കുന്നു. ഈ ചിഹ്നം കൊടുക്കുമ്പോൾ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിലായിരിക്കും. ഈ സൈഡിലാണ് ചേർത്ത് കൊടുക്കുക കീ എന്ന ചിഹ്നം. അപ്പോൾ ഇത് മലയാളത്തിലേക്ക് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കീ എന്നാണ് മലയാളത്തിൽ വായിക്കുക. കൂടാതെ നമ്മൾ നെക്സ്റ്റ് ഇത് നമ്മൾ കൊടുക്കും. ഇത് ഈ നീട്ടണം. ഈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദിയിൽ വരുന്നത് നമുക്കിവിടെ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് എഴുതാം. ഇതിന് മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ നോട്ടിൽ എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിക്കൊള്ളൂ. കാരണം നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാനും ഓർമ്മിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ എഴുതും. ഇതുപോലെ നമ്മൾ എഴുതി കൊടുക്കും. കീ നീട്ടി കൊടുക്കുന്നതിന് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഊവാണ്, ഊയുടെ ചിഹ്നം. അപ്പോൾ കാലിൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നു കാ. അതുകൂടാതെ ഇതുപോലെ ചേർത്ത് കൊടുക്കും. ഇതിന് വായിക്കുന്നതാണ് കൂ എന്നാണ് മലയാളത്തിൽ വായിക്കുക. കൂ, മലയാളത്തിലായാലും ഹിന്ദിയിലായാലും കൂ എന്നാണ് വായിക്കുക. അപ്പോൾ നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക, കൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൂവെന്ന് നമ്മൾ നീട്ടും. കൂവെന്ന് നീട്ടുന്നത് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ നമ്മളിത് മലയാളത്തിൽ എഴുതും, കൂ, ഇതുപോലെ. ശേഷം എന്ന് പറയുന്നത് നമ്മൾ എഴുതിയതിന് ശേഷം പിന്നെ എറു അതിൻ്റെ ചിഹ്നമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. ഈ ചിഹ്നമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇത് എറു എന്നതിൻ്റെ ചിഹ്നമാണ്. ഇത് നമ്മൾ ഇതിൽ കായൽ കൊടുക്കും. കായൽ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ താഴെയാണ് എഴുതുക. അപ്പോൾ ഇതിന് വായിക്കുന്നത് തന്നെ കൃ എന്ന വായിക്കുക. അത് എങ്ങനെ ഇപ്പോൾ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ കൃ എന്നാണ്. അതിൻ്റെ ഒപ്പം ഇത് ചേർത്ത് ഈ അടയാളം നമ്മൾ ഇത് കൊടുത്തില്ലേ, ഈ അടയാളം ഇവിടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വായിക്കുന്നത് ക്ര എന്ന് വായിക്കാം. മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ എത്ര എന്ന് വായിക്കൂലേ, എത്ര എന്ന് വായിക്കുന്നത്. അപ്പോൾ എത്ര അതുപോലെ ചേർത്ത് കൊടുക്കും. അതിനാണ് ഇവിടെ കൃ എന്നാണ്. ഇത് ക്രാനല്ല, കൃ എന്നാണ് ഇതിൻ്റെ ഉച്ചാരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് എയുടെ ചിഹ്നം. ഇതിൻ്റെ ചിഹ്നമാണ്.
ഇതല്ല. ഈ അക്ഷരത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത്, ഈ അക്ഷരത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് കായിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ആവും. ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാനാകും. ഇതിന് വായിക്കുന്നതാണ് കെ എന്നാണ് മലയാളത്തിൽ വായിക്കുക. കെ. മലയാളത്തിൽ വായിക്കുന്ന ഈ കെ എന്ന് പറയുന്നത് ഹിന്ദിയിൽ ഇല്ല. ഹിന്ദിയിൽ അത് ഇല്ലാതെയാണ് വായിക്കുക. സാധാരണ രീതിയിൽ ഇതും ചിലപ്പോൾ സെയിം ആയിട്ട് വായിക്കും. അതായത് ഈ കെ ഇതുപോലെ വായിക്കും, ഇതുപോലെ വായിക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇത് കെ ര ള്. ഹിന്ദിക്കാർ മലയാളത്തിൽ കേരളം എന്ന വാക്കിന് ഉപയോഗിക്കുന്നത് കേരൾ എന്നാണ്. കേരൾ. ഇതിന് വായിക്കുന്നത് കേരൾ എന്നാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ വായിക്കുകയാണ്, ഇതിന് വായിക്കുന്നത് എന്താ? കേല എന്നാണ് വായിക്കുക. കേല എന്ന് വെച്ചാൽ പഴം എന്നാണ് അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഉച്ചാരണം ഒരേപോലെ ഒറ്റ ഈ ചിഹ്നത്തിൽ തന്നെ വന്നു കഴിഞ്ഞു. ഇതിന് വായിക്കുന്നതാണ് കേരൾ. ഇതിന് പറയുന്നത് കേല എന്നാണ് വായിക്കുക. അപ്പോൾ ഈ രണ്ട് ഉച്ചാരണം ഇതിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ നെക്സ്റ്റ് അക്ഷരം എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം. ഈ അക്ഷരം എന്ന് പറയുന്നത് ഐ എന്ന അക്ഷരമാണ്. കാര്യം നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൗ. ഇത് കൗ എന്നായിട്ടില്ല ഇന്ത്യയിൽ. അപ്പോൾ കൈനാണ്, ഇത് കൈനാണ് വായിക്കുക, കൗന്നല്ല. കൈ. ഹിന്ദിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേസാ ഹേ അച്ഛാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൈസ എന്ന വാക്കിനെ ഉപയോഗിക്കുമ്പോൾ കൈസ. അപ്പോൾ കൈസ. അപ്പോൾ കൈനാണ് ഇതിൻ്റെ ഉച്ചാരണം എന്ന് പറയുന്നത്. കൈസ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉച്ചരിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കോ എന്ന ഉച്ചാരണമാണ്. കോ എന്ന ഉച്ചാരണം നമ്മൾ നോക്കാൻ പോകുന്നത്, ഇത് കോയാണ് വായിക്കുക. മലയാളത്തിൽ വന്നാൽ ഇത് കോ. ഇതും വായിക്കും. ഇതും നമുക്ക് ഇതുപോലെയാണ് മലയാളത്തിൽ വന്നാൽ എഴുതുക. കൂടാതെ നമ്മൾ ഈ കോനെ നമ്മൾ ഈ രീതിയിലും വായിക്കും. ഈ രീതിയിൽ നേരത്തെ ഇത് സൂചിപ്പിച്ചത് പോലെ നമുക്ക് ഇതും രണ്ടും ഹിന്ദിയിൽ വേറെ അക്ഷരങ്ങളില്ല, മലയാളത്തിൽ ഈ ചിഹ്നമുള്ള പോലെ. അപ്പോൾ നമുക്ക് ഇതും ചിലപ്പോൾ ഒരേ ഉച്ചാരണം വരും. ഇത് ചിലപ്പോൾ ഇതാവും, ചിലപ്പോൾ ഇതാവും. ആ വാക്കുകൾക്കനുസരിച്ച് മാറ്റം വരുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കൗ എന്നതാണ്. ഔ എന്നതിൻ്റെ ചിഹ്നമില്ലേ, ഔ നിങ്ങൾക്കിവിടെ കാണാം. ഔ എന്നതിൻ്റെ ചിഹ്നം, ഇതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് കാല് ചേർത്ത് വേണം കൗ എന്നാണ് വായിക്കുക. അതുപോലെ കൗ എന്ന്, ഇത് കൗ എന്നതിന് നമ്മളിപ്പോൾ എന്താണ് കോമൺ ആയിട്ട് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്കെന്ന് പറയുന്നത് ഔർ. ഇതിപ്പോൾ കാണിച്ചു തരാം. ഔർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പിന്നെയും എന്ന വാക്കിനാണ് ഔർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൗ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് കായിൽ അമ്മിൻ്റെ ചിഹ്നം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കം എന്നാണ് വായിക്കുക. കം. മലയാളത്തിൽ ഇതുപോലെ കം എന്നാണ് വാക്ക് ഉച്ചാരണം ഉണ്ടാവുക. ഇത് നിങ്ങൾ നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ എഴുതി തരാം മലയാളത്തിൽ. ഇപ്പോൾ കം, ഇതിന് വായിക്കുന്നത് കം എന്ന വായിക്കുന്നത്. ഇതിൻ്റെ എഴുതി തരാം. ഇതിൻ്റെ എന്ന് വെച്ചാൽ കൈസ. കൈയാണ് ഇതിൻ്റെ കൈയാണ്. നിങ്ങൾ ഇതിൻ്റെ കായാണ്, ഈ അക്ഷരത്തിൻ്റെ കായാണ്. കൂടാതെ ഇത് ചേർത്തിട്ട് ഇത് എഴുതുമ്പോൾ ഇതുപോലെ എഴുതും. ഇതിന് പറയുന്നതാണ് കീ എന്ന്. ഇതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ. കം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കഹ് എന്ന വാക്ക്. ഇത് കഹ് ഇങ്ങനെ എഴുതാം മലയാളത്തിൽ, അല്ലാതെ വേറെ വഴിയില്ല. ഇങ്ങനെ തന്നെ എഴുതേണ്ടി വരും, കഹ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും മെയിൻ പ്രധാനപ്പെട്ടത് അതുപോലെ ഉപയോഗിക്കുന്ന വാക്കുമാണ് കം. ഇത് വായിക്കണേ കാ എന്ന ഉച്ചാരണം. ഇതിൻ്റെ ഉച്ചാരണം വെച്ചാൽ ആ എന്നൊരു ഉച്ചാരണമാണ് ഇതിനുള്ളത്. അപ്പോൾ കാരപ്പം ചേർത്ത് കഴിഞ്ഞാൽ കാ എന്നൊരു ഉച്ചാരണം വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വാക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കാനെങ്ങനെ മലയാളത്തിൽ മലയാളത്തിൽ എഴുതാൻ അത് സാധിക്കാത്തൊരു ഇതുപോലെ തോന്നുന്നുണ്ട്. നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. ഈ അക്ഷരം നിങ്ങൾ പ്രത്യേക ശ്രദ്ധ നോട്ടിട്ട് വെച്ചേക്കാം, ഒന്ന് ടിപ്പിട്ട് വെച്ചേക്കാം. ഈ അക്ഷരം വന്ന് കാ എന്നാണ് ഇതിൻ്റെ ഉച്ചാരണം. ഒരു ഉദാഹരണം ഞാൻ എഴുതാട്ടോ. കഹ. ഇതിന് വായിക്കുന്നതാണ് കഹ. നിങ്ങൾക്ക് ഇത് വായിക്കാൻ പെട്ടെന്ന് സാധിക്കണമെന്നില്ല. എന്നാലും നിങ്ങൾ അത് അക്ഷരങ്ങളൊന്ന് നിങ്ങൾ എഴുതിയ അക്ഷരങ്ങളില്ല അത് വെച്ചൊന്ന് നോക്കിയാൽ ഇത് കഹാനെ വായിക്കാം.
ഇതിന് കഹ എന്നതിന് നമ്മൾ ഇത് ചേർത്ത് കൊടുത്തെന്ന് കരുതിക്കോ. അപ്പോൾ ഇത് വായിക്കുന്നത് കഹ. കഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്നാണ് മലയാളത്തിൽ അർത്ഥം എന്ന് വരുന്നത് എവിടെ. അപ്പോൾ കാ എന്നൊരു ഉച്ചാരണം വരുന്നു, അപ്പോൾ കഹ എന്നൊരു ഉച്ചാരണം വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ തോന്നുന്നു. ഈ ചിഹ്നങ്ങൾ നമ്മൾ ക എന്ന അക്ഷരം ഉപയോഗിച്ച് എല്ലാത്തിനും നമ്മൾ കൊടുത്തതാണ് ഇതെന്ന് പറയുന്നത്.